ശരിക്കും പറഞ്ഞാൽ അത് സൂപ്പർ ബഡ്ജറ്റ് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. വയനാട്ടിലെ ആദിവാസികൾക്ക് ലോകോത്തര നിലവാരമുള്ള സ്ഥാപനങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ട് 50 കോടി രൂപ മാറ്റിവെച്ചു. നിലവിലുള്ള അതായത് ഉദ്യോഗസ്ഥരെ എഴുതി കൊടുക്കുന്നത് അതുപോലെ പറയുന്ന ഒരു മുഖ്യമന്ത്രി അല്ല അദ്ദേഹം. വി ഡി സതീശൻ അവതരിപ്പിച്ച ഈ ബഡ്ജറ്റ് നാളെ ചരിത്രത്തിന്റെ താളുകളിൽ ഇടം പിടിക്കും. സോണി കല്ലറക്കൽ എന്ന താങ്കളെ ഒരു മാധ്യമ പ്രവർത്തകനാണ്. അപ്പൊ എനിക്ക് നമ്മുടെ നിലവിൽ വന്ന പൂക്കി മുഖ്യമന്ത്രി പൂക്കി സർക്കാരാണ്. ഈ പൂക്കി മുഖ്യമന്ത്രിയുടെ പുതുതായിട്ട് അദ്ദേഹം ബഡ്ജറ്റ് അവതരിപ്പിച്ചു. അദ്ദേഹം ഒരു ധനമന്ത്രി കൂടിയാണ്. അപ്പൊ അദ്ദേഹം മുഖ്യമന്ത്രി എന്നതിലുപരി ധനമന്ത്രി കൂടിയാണ്. നമ്മുടെ കേരളത്തിൽ അങ്ങനെ അപൂർവം സംഭവിച്ചിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പൂക്കി മുഖ്യമന്ത്രിയുടെ ബഡ്ജറ്റ് അവതരണത്തിൽ എന്താണ് കേരള ജനതയ്ക്ക് അല്ലെങ്കിൽ കേരള സമൂഹത്തിന് അദ്ദേഹത്തിൽ വലിയ ഭൂരിപക്ഷം കൊടുത്തിട്ടാണ് അദ്ദേഹത്തെ അധികാരത്തിൽ എത്തിയിട്ടുള്ളത്? ജനതയ്ക്ക് ഗുണം എന്താണ്, നാടിന്റെ ഗുണം എന്താണ്, നിങ്ങൾ എന്താ പഠിച്ചിട്ടുള്ളത്? അല്ല, ഇത് പൂക്കി മുഖ്യമന്ത്രി നമ്മുടെ വി ഡി സതീശൻ മുഖ്യമന്ത്രിയുടെ കാര്യമാണ് ഈ പറഞ്ഞു വരുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് സൂപ്പർ ബഡ്ജറ്റ് എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, അത് വായിച്ചു കഴിയുമ്പോൾ അറിയാം, എല്ലാ മേഖലയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ്. പക്ഷെ ഞാൻ ഇതല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ വി ഡി സതീശൻ അവതരിപ്പിച്ച ഈ ബഡ്ജറ്റ് നാളുകളിൽ ചരിത്രത്തിൽ ഇടം പിടിക്കും എന്നുള്ളതാണ് സത്യം. കാരണം നമുക്കറിയാമല്ലോ, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ കോൺഗ്രസ് അധികാരത്തിൽ ഇരിക്കുന്ന എത്ര കാലത്ത് ആകപ്പാടെ 2 മുഖ്യമന്ത്രിമാരാണ്, കോൺഗ്രസ്സുകാരായ 2 മുഖ്യമന്ത്രിമാരാണ് നേരത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള ധനകാര്യ വകുപ്പ് മന്ത്രിമാരാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ വി ഡി സതീശന് മുമ്പ് 2 മുഖ്യമന്ത്രിമാരാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. അത് നസീർ ആലിക്കലിന് അറിയുമെന്ന് എനിക്കറിയില്ല. ഒന്ന് ആർ ശങ്കർ, തീർച്ചയായിട്ടും ആർ ശങ്കറാണ് ആദ്യമായിട്ട് നമ്മുടെ കോൺഗ്രസ്സുകാരനായ മുഖ്യമന്ത്രിയായിട്ട് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. അന്ന് അദ്ദേഹത്തിന് നമ്മുടെ ഒരു SNDP നേതാവ് കൂടിയാണ്. അദ്ദേഹത്തിന് അന്ന് ധനകാര്യ വകുപ്പായിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് പിന്നെ രണ്ടാമത് നമ്മുടെ ഉമ്മൻചാണ്ടി സാറാണ് ധനകാര്യ ഈ ബഡ്ജറ്റ്. ഉമ്മൻചാണ്ടി സാർ ധനവകുപ്പ് മന്ത്രിയായിട്ട് ഇരുന്നിട്ടുണ്ട്. ഒപ്പം തന്നെ KM മാണി സാറ് ധനമന്ത്രി സ്ഥാനത്ത് രാജിവെച്ചപ്പോൾ ആ ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുത്തിട്ട് മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോൾ അദ്ദേഹം ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ വി ഡി സതീശന് മുമ്പ് കോൺഗ്രസ്സുകാരായിട്ടുള്ള 2 പേരാണ് ധനകാര്യ വകുപ്പ് വഹിച്ചിട്ട് ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഒന്ന് കയറി പറഞ്ഞോട്ടെ. എനിക്ക് ഇന്നലെ മിനിയാന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ എനിക്ക് തോന്നിയ ഞാൻ കുറെ നേരം കണ്ടിരുന്നു. എനിക്ക് തോന്നിയ ഏറ്റവും വലിയൊരു ഇത് എന്താണെന്ന് വെച്ചാൽ, സാധാരണ മന്ത്രിമാരൊക്കെ നോക്കി വായിക്കുക ചെയ്യുക. നോക്കി വായിച്ചിട്ട് അവരൊന്ന് ഒരു പാഠപുസ്തകം വായിക്കുന്നത് പോലെ വായിച്ചു പോകലാണ്. പക്ഷെ ഇദ്ദേഹത്തിന്റെ ആ അവതരണ രീതി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു വേണം. അതായത് എന്താണ് എന്ന് അദ്ദേഹം ഈ ബുക്കിനകത്തുള്ള, അതായത് ഈ ബഡ്ജറ്റിന്റെ പേപ്പറിനകത്തുള്ള എന്താണ് അദ്ദേഹത്തിന് മനസ്സിലുള്ള സാധനം അവിടെ എഴുതി വെച്ചിട്ട് അത് അവതരിപ്പിക്കുന്നത് പോലെ തോന്നി, വായിക്കുന്നത് പോലെ അല്ല തോന്നി, അത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന പോലെ തോന്നി. എന്താ നിങ്ങളുടെ? അല്ല, അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, അതായത് വി ഡി സതീശൻ അവതരിപ്പിച്ച ഈ ബഡ്ജറ്റ് നാളെ ചരിത്രത്തിന്റെ താളുകളിൽ ഇടം പിടിക്കും. കാരണം അദ്ദേഹം നേരത്തെ ധനകാര്യ വകുപ്പ് വഹിച്ചിട്ടില്ല, അദ്ദേഹം മന്ത്രിയായിട്ടിരുന്നിട്ടില്ല, അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് ഇപ്പോഴാണ് വരുന്നത്. അദ്ദേഹം ആകപ്പാടെ MLA ആയിട്ടിരുന്ന ഒരു വ്യക്തി തന്നെയാണ്. ആദ്യമായിട്ടാണ് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് വരുന്നു, ധനകാര്യ വകുപ്പ് മന്ത്രിയാകുന്ന ഒന്ന്. നേരത്തെ അദ്ദേഹം ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടില്ല, ധനകാര്യ ഭരണം നടത്തിയിട്ടുമില്ല. അങ്ങനെ ഒരു വ്യക്തിയാണ് ഇപ്പൊ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. ശരിക്കും ചരിത്ര സംഭവമാണിത്. കാരണം ഞാൻ പറയില്ലേ, ആർ ശങ്കറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മുഖ്യമന്ത്രിയായിരുന്നു. അപ്പൊ K കരുണാകരനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം നേരത്തെ മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് ആഭ്യന്തരമന്ത്രിയായിരുന്നു. ഉമ്മൻചാണ്ടി സാർ ധനകാര്യ വകുപ്പ് സ്വയം വഹിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തത്. പക്ഷെ വി ഡി സതീശനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം MLA ആയിട്ടിരുന്നിട്ട് നേരിട്ട് വരുന്ന മുഖ്യമന്ത്രിയാകുകയാണ് ചെയ്യുന്നത്. ഒപ്പം തന്നെ ധനകാര്യ വകുപ്പ് ഏറ്റെടുക്കുകയും ചെയ്യുന്നു. പക്ഷെ ഇതിനു മുമ്പ് തന്നെ അദ്ദേഹം ഒരു സാമ്പത്തിക വിദഗ്ധനാണെന്നുള്ള തോന്നല് ജനിപ്പിക്കാനായിട്ട്, അതായത് MLA ആയിട്ട് ഇരുന്നുകൊണ്ട് തന്നെ ഒരു സാമ്പത്തിക വിദഗ്ധനാണെന്ന് തോന്നിപ്പിക്കാനുള്ള എല്ലാ സംഭവം അതേ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാലോ, തോമസ് ഐസക്കുമായിട്ട്, മുൻ ഇടതുപക്ഷ ധനകാര്യമന്ത്രിയായിരുന്ന തോമസ് ഐസക്കുമായിട്ടുള്ള ഒരു സംവാദമൊക്കെ അറിയാമല്ലോ. അതിലൊക്കെ സതീശൻ അദ്ദേഹത്തെ വെള്ളം കുടിപ്പിക്കാൻ നമ്മൾ കണ്ടതാണ്. അപ്പം തീർച്ചയായിട്ടും അങ്ങനെ ഒരു വ്യക്തി, അങ്ങനെ ഒരു മുഖ്യമന്ത്രി ധനകാര്യ മന്ത്രിയായിട്ട് ഇരുന്നുകൊണ്ട് ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ ഈ നോക്കി വായിച്ചില്ല എന്നും പറയുന്ന ഒരു കാര്യമൊന്നുമല്ല. അദ്ദേഹം വളരെ അഗ്രഗണ്യം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ സൂപ്പർ ബഡ്ജറ്റ്. കാരണം എല്ലാ മേഖലകളെയും ബന്ധിപ്പിച്ചുകൊണ്ട് അദ്ദേഹം നമ്മുടെ സംസ്ഥാനത്തിന്റെ വരുമാനത്തിന് വേണ്ടി വളരെ വ്യക്തമായ ഒരു ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. കാരണം നിങ്ങൾ മാധ്യമങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു, തീരത്ത് നങ്കൂരം വിട്ട സർക്കാരിന്. തീരത്ത് നങ്കൂരം, അതായത് അദ്ദേഹത്തിന്റെ കയ്യിലാണ് തുറമുഖം. അദ്ദേഹം തുറമുഖം ചോദിച്ചു വാങ്ങിയതാണ്. എന്തിനാണ് അദ്ദേഹം തുറമുഖം ചോദിച്ചു വാങ്ങുന്നത്? നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന 2 മാർഗമാണ്. ഒന്ന് തീരദേശ മുഖേന ഉണ്ടാക്കുന്ന വരുമാനം, മറ്റൊന്ന് ടൂറിസം, മറ്റൊന്ന് IT.
ഈ 3 വകുപ്പിലൂടെ നമുക്ക് ഒരുപാട് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് ഇദ്ദേഹം ഈ ഇലക്ഷന് മുമ്പേ അദ്ദേഹം പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ട് അത് അദ്ദേഹം ഈ ബഡ്ജറ്റിൽ തെളിയിക്കുകയും ചെയ്തു. അല്ല, തുറമുഖങ്ങളെല്ലാം ബന്ധിപ്പിച്ചുകൊണ്ട്, നദികളെയും പുഴകളെയും ആറുകളെയും തുറമുഖങ്ങളെയും എല്ലാം കൂടെ ബന്ധിപ്പിച്ചുകൊണ്ട് അത് വലിയൊരു ഒരു വരുമാന സ്രോതസ്സാക്കി മാറ്റുന്ന ഒരു വലിയ ബജറ്റ് ആക്കി കൊണ്ടുവരാനായിട്ട് വി ഡി സതീശന് കഴിഞ്ഞു. പിന്നെ തീരദേശ പ്രദേശത്ത് താമസിക്കുന്നവർക്ക് അതായത് പോക്കുവരവ് ചെയ്യാനായിട്ട്, പതിച്ചു കൊടുക്കാനായിട്ട്, ആധാരം പതിച്ചു കൊടുക്കാനുള്ള സംവിധാനം അതിനകത്തുണ്ട്. അതുപോലെ തന്നെ ആഗോളതലത്തിൽ ഗോൾഡ് ഹബ്ബ്, ഇതൊക്കെ നിസ്സാര സംഭവമല്ല. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ വർഷങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് നടത്തിയ ഒരു ബഡ്ജറ്റ് അവതരണമാണെന്നാണ് എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്. എന്താണ് തോന്നുന്നത്? മലയോര മേഖലയിൽ താമസിക്കുന്നവർക്ക് ഇപ്പോഴും പട്ടയത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ എത്രയും വേഗം ഇപ്പൊ ഞങ്ങൾക്ക് വയനാട്ടുകാർക്ക്, ഞങ്ങൾക്ക് വയനാട്ടിലെ ആദിവാസികൾ കൂടുതൽ താമസിക്കുന്ന പ്രദേശമാണ് വയനാട്. വയനാട്ടിലെ ആദിവാസികൾക്കിട്ട് ലോകോത്തര നിലവാരമുള്ള സ്ഥാപനങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ട് 50 കോടി രൂപ മാറ്റിവെച്ചു. അതൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ട് വയനാട്ടിലെ ആദിവാസി വിഭാഗത്തിന്റെ ആവശ്യമായിരുന്നു. ഇത് കേരളത്തിനോ സംസ്ഥാനത്തിനോ മാത്രമല്ല, മറ്റ് ലോകരാജ്യങ്ങളിൽ നിന്ന് പോലും ആളുകൾക്ക് അവിടെ വന്ന് പഠിക്കാനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയുള്ള സംവിധാനം ഒരുക്കാനുള്ള പദ്ധതിയാണ് അദ്ദേഹം 50 കോടി രൂപ സ്റ്റാർട്ടിംഗ് ആണ് 50 കോടി രൂപ എന്ന് പറയുന്നത്. അദ്ദേഹം നീക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു വലിയ എന്താ പറയാ, നമുക്ക് ഒരിക്കലും ഒരാളും അല്ല, ഓരോ പ്രാദേശിക ജനതയെ കണ്ടുകൊണ്ടാണ് അദ്ദേഹം ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. അതായത് ഫുട്ബോൾ പ്രേമികൾ ഏറ്റവും കൂടുതലുള്ള ആൾക്കാർ മലപ്പുറംകാരാണ്. അവിടെ ഒരു വലിയൊരു ഫുട്ബോൾ സ്റ്റേഡിയത്തെ അനുവദിക്കുന്നതിന് അനുവാദം കൊടുത്തിരിക്കുന്നു. തീർച്ചയായിട്ടും ശരിയല്ലേ? അതുപോലെ തന്നെ മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ ആളുകൾ അധിവസിക്കുന്നത്. അവിടുത്തെ കേരളത്തിന്റെ ജനസംഖ്യയുടെ ഏകദേശം 20% താമസിക്കുന്നത് മലപ്പുറത്താണ്. അതിന് താലൂക്ക് ആശുപത്രികൾ മാത്രമേ അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാക്കാനാണ് കൊണ്ടുവന്നത്. അതുപോലെ ചേലാട്, ഞാൻ ചേലാട് കോതമംഗലത്തിനടുത്ത് ചേലാട് എന്ന് പറഞ്ഞ, അതായത് മൂന്നാറിന്റെ കവാടമാണ് ഈ പറഞ്ഞ കോതമംഗലം എന്ന് പറയുന്നത്. അവിടെ ഏക്കർ കണക്കിന് കിടക്കുന്ന സ്ഥലമാണ് ഈ ചേലാട്. അത് അന്താരാഷ്ട്ര സ്റ്റേഡിയമാക്കി മാറ്റാനുള്ള സംവിധാനം ബഡ്ജറ്റിൽ വന്നിട്ടുണ്ട്. അതായത് 25 ലക്ഷം രൂപയ്ക്ക് പാവങ്ങളുടെ ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതി. അതെ, അത് ആലോചിക്കുക. ഞാനൊക്കെ അതിൽ വലിയ സന്തോഷം കാണണം. കാരണം നമ്മളൊന്നും ഒരു ഇൻഷുറൻസ് എടുക്കാത്ത ആൾക്കാരാണ്. ഒരു ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ് ഒന്നുമില്ല. പക്ഷെ ഉമ്മൻചാണ്ടി സാറുടെ പേരിൽ ഒരു ഇൻഷുറൻസ് പദ്ധതി തുടങ്ങി. പക്ഷെ അതിലൊരു പാളിച്ച സംഭവിച്ചത് എനിക്ക് തോന്നുന്നു. ഉമ്മൻചാണ്ടി സാറുടെ പേര് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഉമ്മൻചാണ്ടി സാറിന് വേണ്ടി അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാച്യു പണിയുന്നതിന് വേണ്ടി ഒരു പണം മാറ്റിവെച്ചിട്ടില്ല എന്നുള്ള ഒരു പരാതി ചെറുതായിട്ട് കോൺഗ്രസിനകത്ത് ഉണ്ടാകും. ചിലപ്പോൾ പിന്നീട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചെയ്യുമായിരിക്കും. അപ്പോൾ ഉമ്മൻചാണ്ടി സാറിന്റെ പേരിലുള്ള 25 ലക്ഷം രൂപയുടെ അതിനുവേണ്ടി 10 കോടി രൂപ മാറ്റി വെച്ചിട്ടുണ്ട്. ആരോ ചോദിക്കുന്നുണ്ട് എന്തിനാ 10 കോടി രൂപ കൊണ്ട് എന്താവാനാണ്. പക്ഷെ 10 കോടി തുടക്കാണ്. അദ്ദേഹം തന്നെ പറഞ്ഞത് പഠിക്കാൻ വേണ്ടിയാണ് 10 കോടി രൂപ, അല്ലാതെ ഇത് ആളുകൾക്ക് ആനുകൂല്യം കൊടുക്കാനല്ല. പഠിച്ച് അതിന്റെ സമയം ആർക്കൊക്കെ കൊടുക്കണം, എത്ര കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, എല്ലാവർക്കും ഒരുപോലെയാണോ, പണമുള്ളവനും പണമില്ലാത്തവനും. ഞാനൊരു BPL കുടുംബത്തിൽപ്പെട്ട ആളാണ്. ഇപ്പോഴാണ് അതായത് ദുരന്തം ബാധിച്ചതിന് ശേഷം സർക്കാർ എൻ്റെ റേഷൻ കാർഡ് ബിലോ പ്രോവർട്ടി ലൈനാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു BPLകാരന് എങ്ങനെ കൊടുക്കണം, അല്ലെങ്കിൽ APLകാരന് എങ്ങനെ കൊടുക്കണം എന്നൊക്കെ പഠിക്കാൻ വേണ്ടിയാണ് ഈ 10 കോടി രൂപ മാറ്റി വെച്ചിട്ട്. അതൊക്കെ വലിയൊരു അദ്ദേഹം എല്ലാ മേഖലയും ടച്ച് ചെയ്തു. അത് മാത്രമല്ല, KSRTCയിലെ വനിതകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചു കൊടുത്തപ്പോൾ പ്രൈവറ്റ് ബസ് ഓണേഴ്സിന്റെ 50 മാസ നികുതി 50% അതൊക്കെ അദ്ദേഹത്തിന്റെ ഒരു നല്ല മനസ്സാണ്. വലിയ നഷ്ടം വരുന്ന സാധനം. പക്ഷെ അത് പ്രൈവറ്റ് ബസ്സുകാര് ഇതിന്റെ പേരിൽ നഷ്ടം അനുഭവിക്കുന്നുണ്ട് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കൂട്ടിച്ചേർക്കുക, അവരെ ഒരു കൈ സഹായിക്കുക എന്നുള്ള ഇതിലാണ്. ന്യൂജൻ ആൾക്കാർക്ക് വേണ്ടി ഇപ്പൊ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ND സ്മാരകം ആരംഭിക്കുന്നു. അവിടെ ഒരു വലിയ ഇതെടുക്കുന്നു. അവർക്ക് വേണ്ടി അവരെ പഠിപ്പിക്കുക, പുതിയ ഷോർട്ട് ഫിലിമുകളൊക്കെ ചെയ്യുക. അങ്ങനെ ന്യൂജൻ ആൾക്കാരെ ആകർഷിക്കുന്ന രീതിയിലൊക്കെ ഒത്തിരി പദ്ധതികളാണ്. അതെ, അദ്ദേഹത്തിന് ഞാൻ മനസ്സിലാക്കിയിടത്തോളം നിലവിലുള്ള, അതായത് ഉദ്യോഗസ്ഥരെ എഴുതി കൊടുക്കുന്നത് അതുപോലെ പറയുന്ന ഒരു മുഖ്യമന്ത്രി അല്ല അദ്ദേഹം പഠിച്ച് ഉദ്യോഗസ്ഥരോട് അദ്ദേഹത്തിന് തോന്നുന്ന സംശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അദ്ദേഹം തന്നെ അവതരിപ്പിച്ചു. ഫിലിം സിറ്റി വരുന്നത്, അങ്ങനെ ഒത്തിരി ചെറുപ്പക്കാരെ ആകർഷിക്കാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങൾ. അതുപോലെ തന്നെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുവിന്റെ ഒരു സ്മാരകം ഡൽഹി ഒരു തീരുമാനം. അത് വലിയ അവരുടെ സമുദായം പോലെ ആരാണ് ശ്രീനാരായണ ഗുരുവിന് ലോകത്തെ അറിയിക്കാൻ പിന്നെ ഡൽഹിയിൽ പണിയാൻ തീരുമാനിച്ചത്, അല്ലെങ്കിൽ അത് കേരളത്തിൽ പണിതാൽ മതി. ഡൽഹിയിൽ പണിയാൻ തീരുമാനിച്ച അതിന്റെ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി മറ്റുള്ളവർ ഡൽഹി വരുന്ന ആളുകൾ മുഴുവൻ താല്പര്യം എടുക്കും. അതെ, അതുപോലെ ഒരു കാര്യം കൂടെ പറഞ്ഞ്, അതായത് കോൺഗ്രസ് അനുഭാവികളായ നടന്മാർക്ക് ഒരു പരിഗണന ഇതുവരെയും കിട്ടുന്നില്ലായിരുന്നു. കാരണം അവരെ ഒരു അവാർഡ് സലീം കുമാറിന് ഇവിടെ എറണാകുളത്ത് ഒരു സ്മാരകം നിർമ്മിക്കാൻ ആരൊക്കെ കുറ്റപ്പെടുത്തിയാലും ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും അദ്ദേഹം ഒരുപാട് കോൺഗ്രസിന് വേണ്ടി ത്യാഗം ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഒരു സ്മാരകം നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു തെറ്റില്ല. കേരളത്തിന് വേണ്ടി ത്യാഗം. അപ്പൊ സലീം കുമാറിന്റെ സ്മാരകം അത് വി ഡി സതീശൻ, അദ്ദേഹം പറവൂരുകാരനാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിൽ
വി ഡി സതീശൻ ഒരുപാട് നല്ല ഒരു ബഡ്ജറ്റ് തന്നെ എനിക്ക് ഇതിനെ പറ്റി പറയാം. എന്നൊക്കെ സംബന്ധിച്ച് ഞാൻ വ്യക്തിപരമായി പഠിക്കുമ്പോൾ പി ഡി സതീശൻ കേരളത്തിന്റെ ഒരു പ്രതീക്ഷയാണ്. തീർച്ചയായും ഒരു പ്രതീക്ഷയാണ് അദ്ദേഹം. പരവൂരിൽ നിന്ന് രണ്ടാമത് അവതരിപ്പിക്കുന്ന ഒരു ധനകാര്യ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ഒരു മുഖ്യമന്ത്രിയും കൂടെയാണ്, ഒരു മന്ത്രി, ഞാൻ ധനകാര്യ മന്ത്രിയും കൂടെയാണ് വി ഡി സതീശൻ. അതിനു മുമ്പ് പരവൂരിൽ നിന്ന് ഒരാൾ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്, കെ ടി ജോർജ് എന്ന് പറഞ്ഞൊരു മന്ത്രി. അദ്ദേഹം അന്ന് ധനകാര്യ മന്ത്രിയായിരുന്നു. അതിനുശേഷമാണ് വി ഡി സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ധനകാര്യ ഏറ്റെടുത്ത് ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഈ ഒരു ബഡ്ജറ്റ് ചരിത്രത്തിൽ ഇടം പിടിക്കും എന്നുള്ളതാണ് സത്യം. എന്തായാലും പൂക്കി മന്ത്രിക്ക് 1000 അഭിനന്ദനങ്ങൾ.